ഹായ്, ഞാൻ നിങ്ങളുടെ സിജുയാണ്. ഓൺലൈനിലൂടെ നിങ്ങൾക്ക് ഓരോ ദിവസവും 1000-ഉം 10,000-ഉം ലക്ഷങ്ങൾ സമ്പാദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കുറച്ച് ആപ്പുകൾ, ഗെയിമുകളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താറുണ്ട്. ദയവ് ചെയ്ത് അതിൽ തലവെച്ച് കൊടുക്കരുത്. തലവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് 1000 കിട്ടിയാൽ നാളെ 10,000 പോകും. അതിനകത്ത് ഒരു സംശയം വേണ്ട. ഞാൻ ഈ ബിഗ് ബോസ് ഇറങ്ങിയിട്ടേ എനിക്ക് ഈ രാജ ഗെയിംസ്, മറ്റേ ഗെയിംസ്, മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ലൂഡോ കുറെ എൻ്റെ പ്രൊമോഷൻ മെസ്സേജസ് എനിക്ക് വരാറുണ്ട്. പെർ വീഡിയോയ്ക്ക് 1 ലക്ഷം തരാം, 1.5 ലക്ഷം രൂപ തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഇവർ മെസ്സേജ് അയക്കാറുള്ളത്. നമ്മളിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5-2 ലക്ഷം ഒക്കെ ഈസി ആയിട്ട് പെർ വീഡിയോയ്ക്ക് നമുക്ക് ഈ പ്രൊമോഷനായിട്ട് വാങ്ങിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നതേ, കഴിഞ്ഞ ദിവസം ബ്ലോഗർ സഞ്ജു ടെക്കിയുടെ ഒരു വീഡിയോ, ഒരു പ്രൊമോഷൻ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കണ്ടു. ഈ പ്രൊമോഷൻ ചെയ്യുമ്പോൾ കാണുന്ന ആൾക്കാർ, അതായത് ഇപ്പോൾ കുട്ടികളായിരിക്കും സഞ്ജുവിൻ്റെ വീഡിയോ കൂടുതലായിട്ട് കാണുന്നത്, ഇനി മുതിർന്നവരെയും കൂട്ടിക്കോ, വീഡിയോസ് കാണുന്ന ആൾക്കാരെ വിച്ച് അവരുടെ കയ്യിൽ നിന്ന് നാളെ 10 കാശ് പോയാലും കുഴപ്പമില്ല, എനിക്ക് കാശ് കിട്ടുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് 1-2 ലക്ഷം വാങ്ങിച്ച്, അല്ലെങ്കിൽ 50,000-ഓ 1 ലക്ഷമോ വാങ്ങിച്ച് പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നതിനോട് എനിക്ക് 100%, അമ്മാതിരി വീഡിയോസ് ചെയ്യുന്നതിനോട് എനിക്ക് 100% എതിർപ്പേ ഉള്ളൂ. കാരണം കാണുന്ന ആൾക്കാർ, നമ്മളെ വിശ്വസിച്ച് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരുടെ കാശ് പോകും. അപ്പോൾ നമ്മൾ അവരെ പറ്റിച്ച് പരിപാടി ചെയ്യുന്ന പോലെയാണ്. അതവിടെ നിൽക്കട്ടെ. എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുട്ടികൾക്ക് ഒരു അനാഥാലയത്തിൽ പോകുന്നു, കുറച്ച് കുട്ടികൾക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നു, 1 മിനിറ്റ് ആ അനാഥാലയത്തിൽ പോകുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, ബാക്കി 30 സെക്കൻഡ് പ്രൊമോഷൻ. ഇതിന് എന്ത് പേരിട്ടാ വിളിക്കേണ്ടേ? ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. Hey Siri, choose a number between 1 and 500. 370 guys. അപ്പോൾ നമ്മൾ 370 ബിസ്ക്കറ്റ് ആണ് ഇന്ന് വാങ്ങാൻ പോകുന്നത്. ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് ഓൺലൈൻ ഏണിംഗിൽ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്കറിയാം. ഗൈസ്, മനീഷ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ChatGPT യൂസ് ചെയ്ത് വീട്ടിലെ ആപ്പ് തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഏകദേശം 700+ ആൾക്കാരെ ഏകദേശം ഓൺലൈനിലൂടെ സമ്പാദിക്കാൻ പുള്ളി കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഏവിയേറ്റർ ഗെയിമിനകത്ത് അടുത്ത റൗണ്ടിൽ എന്ത് വരുന്നത് പ്രഡിക്ട് ചെയ്ത് നമ്മളോട് പറയാം. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കളിച്ച് കുറെ പൈസ ഏൺ ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത്. നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ടെലഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് മനീഷിന്റെ ആണ്. അവിടെ പോയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യണം, ഹായ് ഐ ആം ഫ്രം സഞ്ജു ടെക്കിന്ന്. അപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ കിട്ടുന്നതാണ്. കണ്ടല്ലോ, 1 മിനിറ്റ് ആ ഓർഫനേജിലെ വീഡിയോസാണ് കാണിച്ചിരുന്നത്. പിന്നീട് മുന്നോട്ട് വന്നപ്പോൾ ബാക്കിയുള്ള 30 സെക്കൻഡ് ഒരു ഉനീഷ ഏതൊരു ഊള പ്രൊമോഷൻ. അതിനവൻ ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത് പിള്ളേരൊക്കെ ഹാപ്പിയായി ഗെറ്റ് എ പിന്നെ ആ സോഫ്റ്റ്വെയറിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. ഇത് പുള്ളി കാശ് വാങ്ങിച്ചാണ് ചെയ്തത്, നമുക്ക് എല്ലാവർക്കും അറിയാം. വീഡിയോയുടെ തുടക്കത്തിൽ ഒരു കടയിൽ പോകുന്നു, ഐഫോൺ എടുത്തിട്ട് സിരി എടുത്ത് ഒരു നമ്പർ പറയാൻ പറയുന്നു, 370 പാക്കറ്റ് ബിസ്ക്കറ്റ്. ഓക്കെ, ഈ 370 പാക്കറ്റ് ബിസ്ക്കറ്റിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5000 രൂപ ചിലവായി കാണുമായിരിക്കും. 5000 രൂപ ചിലവാക്കുന്നു. 50,000-ൽ കുറവ് എന്തായാലും സഞ്ജു വാങ്ങിക്കില്ല. മിനിമം 50,000 രൂപയെങ്കിലും പ്രൊമോഷൻ വീഡിയോയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രൊമോഷൻ വീഡിയോ, എനിക്ക് സഞ്ജുവിനോട് പേഴ്സണൽ എതിർപ്പൊന്നുമില്ല. ഞാൻ സഞ്ജു 1-2 തവണ കണ്ടിട്ടുണ്ട്. എനിക്ക് എൻ്റെ സുഹൃത്തുമല്ല, എനിക്ക് എന്താ പറയണ്ടേ, അവനോട് ദേഷ്യമൊന്നുമില്ല. എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സുഹൃത്ത് എനിക്കൊരു നാളെ ചിലപ്പോൾ നാളെ സുഹൃത്തും ആയേക്കാം. പക്ഷെ എങ്കിൽ തന്നെയും ഈ പ്രവൃത്തിയെ നമുക്ക് ഒരു രീതിയിൽ ന്യായീകരിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം സഞ്ജു ഇതേപോലെ ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട്, പ്രൊമോഷൻ വീഡിയോസ്. അതായത് ഈ ബെറ്റിംഗ് ആപ്പിൻ്റെ, അതായത് നമുക്കൊരു ക്ലാരിറ്റി ഇല്ല. ആ ഗെയിം കളിച്ചാൽ, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കളിക്കുന്ന ആൾക്കാരുടെ കാശ് പോകും. അതിനകത്ത് എല്ലാവർക്കും ഉറപ്പാണ്, കാശ് പോകുമെന്ന് ഉറപ്പാണ്. എത്രത്തോളം കാശ് പോകും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു ക്ലാരിറ്റി ഇല്ലാത്തത്. അപ്പോൾ ഇതേപോലുള്ള ഗെയിമുകൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ നമ്മൾ ചതിക്കുകയാണ്. ഇപ്പൊ സഞ്ജു ഒരു വീഡിയോ ചെയ്യുമ്പോൾ സഞ്ജുവിനെ വിശ്വസിച്ച് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഗെയിം കളിക്കാനായിട്ട് കുറെ ആൾക്കാർ വരും. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് നാളെ കാശ് പോയി കഴിഞ്ഞാൽ സഞ്ജു ഉത്തരവാദിത്വം വഹിക്കുമോ? അല്ലെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കുമോ? ചിലപ്പോൾ പഠിക്കുന്ന പിള്ളേരായിരിക്കാം,
അല്ലെങ്കിൽ വളരെ കുറച്ച് ഏണിങ്സ് മാത്രമുള്ള ആൾക്കാരായിരിക്കാം ഈ ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ടെലഗ്രാം വഴിയുള്ള ആപ്പ് പ്രൊമോഷൻ എന്നൊക്കെ പറയുന്നത് കംപ്ലീറ്റ്ലി ഉടായ്പാണ്. അത് ഉടായ്പിൻ്റെ അങ്ങേ അറ്റമാണ്. അപ്പോൾ എന്തിനാണ് ഇമാതിരി ഊളത്തരം കാണിക്കാൻ നിൽക്കുന്നത്? അതും ഒരു കുറച്ച് കുട്ടികൾക്ക് കുറച്ച് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്ത് അതിൻ്റെ പേരിൽ അതൊക്കെ ഭയങ്കര മോശമല്ല. ആ കുഞ്ഞുങ്ങളുടെ മുഖം പോലും ബ്ലർ ചെയ്തിട്ടില്ല, ആ മുഖം ഉൾപ്പെടെ കാണിച്ചുകൊണ്ടാണ്. സഞ്ജു എനിക്ക് തോന്നുന്നു ഈ ബിസ്ക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്തേക്ക്, ആ ഒരു കുട്ടികൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് കയറി ചെന്നപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് ഒരു സിസ്റ്റർ ഉണ്ട് അവിടെ. ആ സിസ്റ്ററിനോ ആ കുട്ടികൾക്കോ ആർക്കും തന്നെ ഇതിന്റെ പിന്നിൽ ഇതേപോലെ ഒരു ലക്ഷ്യം ഉണ്ടെന്ന് അറിയില്ല. കാരണം രണ്ട് വീഡിയോ ആണ്. സഞ്ജു വീട്ടിൽ വെച്ചിട്ട് എന്താണെന്ന് തോന്നുന്നു ആ ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ചെറിയ ബൈറ്റ് എടുത്തിരിക്കുന്നത് പിന്നീട് മറ്റേതായിട്ട് ആഡ് ചെയ്തിരിക്കുകയാണ്. 1.5 മിനിറ്റ് ആയിട്ട്, 1 മിനിറ്റ് പ്ലസ് 30 സെക്കൻഡ് എന്ന രീതിയിൽ ആഡ് ചെയ്തിരിക്കുകയാണ്. ഭയങ്കര ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ ഞാൻ എൻ്റെ കമന്റ്സ് ഒക്കെ വായിച്ചു നോക്കി. അപ്പോൾ കമന്റ്സിനകത്തും ആൾക്കാർ ഇത് പറയുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇപ്പോൾ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യണം, ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് പോകാൻ ചാൻസ് ഉള്ള ഗെയിമുകൾ പ്രൊമോട്ട് ചെയ്യണം, എനിക്ക് കാശ് കിട്ടിയാൽ മാത്രം മതി എന്നുള്ള ലൈനാണെന്നുണ്ടെങ്കിൽ അതിന് അങ്ങനെയെങ്കിലും ചെയ്യ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് പോയാലും കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള അങ്ങനെ ചെയ്യും. ഇത് ചുമ്മാ ഒരുമാതിരി ഇത് മറ്റേ അത് ഭയങ്കര സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് കാശ് കിട്ടി ഞാൻ എന്തും ചെയ്യും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ വീഡിയോ ചെയ്യുന്ന പോലെയാണ്, പ്രൊമോഷൻ ചെയ്യുന്ന പോലെയാണ്. അത് ഭയങ്കര മോശമാണ്. നമ്മൾ ആൾക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കുക എന്ന് പറയുന്നത് അതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. ഈ ചാരിറ്റി ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്താണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട്, ചാരിറ്റി ചെയ്യാൻ താല്പര്യമുണ്ട്. ഈ കുട്ടികളുടെയൊക്കെ ഫേസ് കാണിച്ചുകൊണ്ട് അങ്ങനെ പരിപാടി ചെയ്യണം നിർബന്ധമൊന്നും ഇല്ലല്ലോ. അത് മോശമല്ലേ? അല്ല അവരിതിൻ്റെ ഒന്നും ഭാഗം പോലും അല്ല. ഞാൻ ഇതിനു മുമ്പ് സഞ്ജുവിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സഞ്ജു ഈ എനിക്കൊന്ന് നിക് ബ്ലോഗ്സ് സഞ്ജുവിൻ്റെ വളരെ ഫ്രണ്ടാണ്. അപ്പൊ നിക്ക് ഇതേപോലെ ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്ന പരിപാടി ചെയ്തപ്പോഴത്തേക്കും നിക്കും സമാനമായ രീതിയിൽ ഇതേപോലെ ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്, ഗെയിമുകളൊക്കെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്, ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്ന. അപ്പോൾ ഒരു വഴിക്ക് ഒരാളെ സഹായിച്ചിട്ട് മറുവഴിക്ക് ആയിരക്കണക്കിന് ആൾക്കാരുടെ കാശ് പോകുന്ന പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു യോജിപ്പുമില്ല. അന്നും സഞ്ജു ഇതേപോലെ ഇതേപോലെ വീഡിയോ ചെയ്ത സമയത്ത് ഓടിപ്പോയിട്ട് 100, 200, 300 ഒക്കെ ആൾക്കാർക്ക് കൊടുത്തിട്ട് അവരറിയാണ്ട് അവരുടെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അത് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഒരു ചേച്ചിയുടെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ റിയാക്ട് ചെയ്തൊരു വീഡിയോ വരുന്നത്. ഒരു പാവപ്പെട്ട ചേച്ചി ഒരു ഫ്രൂട്ട്സ് കട ഇരിക്കുന്നു, സഞ്ജു അവിടെ പോകുന്നു, കുറച്ച് കാശ് കൊടുക്കുന്നു, എൻ്റെ അമ്മയെ പോലെയാണെന്ന് പറയുന്നു. എന്നിട്ട് 100-300 രൂപ എക്സ്ട്രാ കൊടുത്തിട്ട് അവരുടെ വീഡിയോ എടുത്ത് ചാനലിനകത്ത് ഇടുന്നു. എന്നിട്ട് 1000-10,000 ഒക്കെ സമ്പാദിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ അമ്മയും പെങ്ങന്മാരൊക്കെ ഇല്ലേ, അവർക്ക് വല്ല മാലയോ മോതിരമോ പാവസരോ ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ആ വീഡിയോ ഇട്ടാൽ പോരെ, അത് നമുക്ക് കുഴപ്പമില്ലല്ലോ. ഇതാണ് ഞാൻ പറയുന്നത്. വേറെ ആൾക്കാരെ അവർ പോലും അറിയുന്നില്ല ഈ വീഡിയോയുടെ പർപ്പസ് എന്താണ്, ഈ വീഡിയോ എന്തിനാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് അവർക്ക് പോലും ക്ലാരിറ്റി ഇല്ല. അത് ഭയങ്കര മോശം പ്രവണതയാണ്. നമ്മുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് വേറെ ആൾക്കാരെ കരുവാക്കുന്ന ഒരു പ്രവൃത്തി, അതിനെ നമുക്ക് ഒരു രീതിയിൽ ന്യായീകരിക്കാനായിട്ട് പറ്റില്ല. സഞ്ജു ഈ ചെയ്ത ഈ പ്രൊമോഷൻ പർപ്പസ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഫീലാണ്. എന്ത് ഊളത്തരമാണ് കാണിക്കുന്നതെന്നാണ് എനിക്കിത് കണ്ടപ്പോഴത്തേക്കും തോന്നിയത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം മോശമായിട്ടുള്ള ഒരു പ്രൊമോഷൻ രീതിയാണ്, പ്രൊമോഷൻ വീഡിയോ ആണ് സഞ്ജു ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. സഞ്ജു ഇപ്പോഴും ആ വീഡിയോ സ്റ്റിൽ അവിടെ തന്നെ കിടപ്പുണ്ട്. എനിക്ക് എന്താ പറയണ്ടേ, 100% എനിക്ക് അതിനോട് എതിർപ്പ് മാത്രമാണുള്ളത്. എനിവേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിലൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.